ദുൽഖർ സൽമാന്റെ ഒരു സിനിമ തിയേറ്ററിലെത്തിയിട്ട് 1 വർഷത്തിലും ഏറെ സമയമാവുന്നു. ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യുന്നു. ഡിക്യുവിന് നേരിടേണ്ടി വരുന്നത് വമ്പൻ സിനിമകളായിരുന്നു. അതിനെയെല്ലാം മറികടന്ന് ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഡിക്യുവിൻ്റെ ലക്കി ഭാസ്കർ. ഡിക്യുവിന് നേരിടേണ്ടി വന്ന സിനിമകളെ പരിശോധിക്കുമ്പോൾ വമ്പൻ സിനിമകളാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നും അതോടൊപ്പം തന്നെ ബോളിവുഡിൽ നിന്നെല്ലാം ഡിക്യുവിന് നേരിടേണ്ടി വന്നത്. ബോളിവുഡിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട 2 സിനിമകളായിരുന്നു സിംഘം എഗൈനും അതോടൊപ്പം തന്നെ ബുൾബുലയ്യ 3 എന്ന് പറയുന്ന സിനിമയും. ആ സിനിമകൾക്കൊന്നും ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടുള്ള ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു സിനിമകളുടെ ബഡ്ജറ്റ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത്. ആ 2 സിനിമകൾക്കും തരക്കേടില്ലാത്ത കളക്ഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ബഡ്ജറ്റ് വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് വളരെ മോശം കളക്ഷനാണ് ആ ഒരു ചിത്രങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബോളിവുഡിൽ നിന്നും എത്തിയ ആ 2 സിനിമകൾക്കും വളരെ മോശമായിട്ടുള്ള റിവ്യൂ ആണ് പ്രേക്ഷകരിൽ നിന്നും കിട്ടിയത്. പിന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എത്തിയ ഒരു പ്രധാന ക്ലാസ് റിലീസായിരുന്നു ലക്കി ഭാസ്കറിന് നമ്മുടെ ബഗീര എന്ന് പറയുന്ന സിനിമ. റിലീസിൻ്റെ മുന്നേ ബഗീര എന്ന ചിത്രത്തിന് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഹൈപ്പ് ആ ഒരു മൂവിക്ക് ഉണ്ടാവാനുള്ള പ്രധാന കാരണം KGFൻ്റെ സംവിധായകൻ പ്രശാന്ത് നീൽ ആ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നു അല്ലെങ്കിൽ കഥ എഴുതുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു. ബഗീരയുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് നീലിൻ്റെ പേര് വെച്ചിട്ട് തന്നെയായിരുന്നു ആ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സിനിമക്കും കാര്യമായിട്ടുള്ള വലിയൊരു ചലനം ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ബഡ്ജറ്റ് വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുണ്ട് ആ ഒരു സിനിമയും. പിന്നെ പ്രധാനമായുള്ള പ്രധാന എതിരാളികൾ 2 സിനിമകൾ. 2 സിനിമയും തിയേറ്ററിൽ ഹിറ്റടിക്കുമെന്ന് റിലീസിൻ്റെ മുന്നേ തന്നെ ഉറപ്പിച്ച 2 സിനിമകൾ ലക്കി ഭാസ്കറും അതോടൊപ്പം തന്നെ അമരൻ എന്ന് പറയുന്ന ശിവകാർത്തികേയൻ മൂവിയും. ഈ 2 സിനിമയും റിലീസിൻ്റെ മുന്നേ വൻ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന രീതിയിൽ വലിയ വിജയം കൈവരിക്കാൻ ഈ 2 സിനിമകൾക്കും സാധിച്ചു. ഏതാണ് നമ്പർ 1 എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരമായിരിക്കാം. ചിലർ പറയും ശിവകാർത്തികേയൻ്റെ അമരനാണ് കളക്ഷൻ വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ബിഗ് ഹിറ്റ് എന്ന്. എന്നാൽ ചില ആൾക്കാർ പറയും അതിൻ്റെ ബഡ്ജറ്റ് വൈസ് വിത്ത് കളക്ഷൻ നോക്കുന്ന സമയത്ത് നമ്പർ 1 ദീപാവലി ബ്ലോക്ക് ബസ്റ്റർ ഡിക്യുവിൻ്റെ ലക്കി ഭാസ്കർ തന്നെയാണെന്ന്. കാരണം രണ്ടും 2 തരത്തിലുള്ള സിനിമകളാണ്. ബഡ്ജറ്റ് വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് അമരൻ ലക്കി ഭാസ്കറിൻ്റെ എത്രയോ മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിലും ഡിക്യുവിൻ്റെ ലക്കി ഭാസ്കറിനേക്കാളും വളരെ മുകളിൽ തന്നെയാണ് അമരൻ എന്ന് പറയുന്ന സിനിമ. 2 സിനിമയും പാൻ ഇന്ത്യ മൂവീസ് ആയിരുന്നു. 5 ഭാഷയിലെത്തിയ സിനിമകൾ. അമരൻ എന്ന് പറയുന്ന ചിത്രത്തിന് ഇതിനോടകം തന്നെ കളക്ഷൻ കാര്യങ്ങളെല്ലാം വേൾഡ് വൈഡിൽ നിന്ന് 250 മുകളിലായിട്ടുണ്ട്. ഈ ഒരു വീക്കെൻഡോട് കൂടെ ഈ ചിത്രം ഏകദേശം 300 CR ടച്ച് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതോടൊപ്പം തന്നെ ഡിക്യുവിൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷനിലേക്ക് എത്തപ്പെട്ടു. ഈ ഒരു വീക്കെൻഡോട് കൂടെ 110 കോടിക്ക് മുകളിലേക്ക് ഡിക്യുവിൻ്റെ ലക്കി ഭാസ്കർ എത്താനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. തമിഴിൽ നിന്നും വേറെയും 2 സിനിമകൾ ദീപാവലി റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമകൾക്ക് പോലും കാര്യമായിട്ടുള്ള ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നെ ദീപാവലി റിലീസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇന്നലെയായിരുന്നു നമ്മുടെ സൂര്യയുടെ കങ്കുവ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തിയത്. റിലീസിന് മുന്നേ വൻ ഹൈപ്പും വൻ പ്രീ സെയിൽ കളക്ഷൻ എല്ലാം നേടിയ ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ വൻ നെഗറ്റീവാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ കങ്കുവയുടെ വരവോട് കൂടെ നമ്മുടെ 14-ാം തീയതി അമ്പരൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഡ്യൂക്യുവിൻ്റെ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റെയും ഷോയും കാര്യങ്ങളെല്ലാം കങ്കുവയ്ക്ക് വേണ്ടിയിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നു തിയേറ്റർ ഉടമകൾ. എന്നാൽ ആ ഷോയും കാര്യങ്ങളെല്ലാം ഇന്ന് ചിത്രത്തിൻ്റെ 16-ാം ദിവസം വെള്ളിയാഴ്ച ലക്കി ഭാസ്കറും അതോടൊപ്പം തന്നെ അമരൻ എന്ന് പറയുന്ന ചിത്രവും തിരിച്ചു പിടിച്ചിരിക്കുന്നു. ചരിത്രത്തിലേക്ക് നീങ്ങുകയാണ് ഈ 2 സിനിമകളും. കാരണം ഇന്നലെ റിലീസായ കങ്കുവ എന്ന ചിത്രത്തേക്കാൾ എത്രയോ കളക്ഷൻ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ ലക്കി ഭാസ്കറിനും അമരനും ആ ഒരു ചിത്രത്തിൻ്റെ ദിവസത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കളക്ഷൻ കാര്യങ്ങളെല്ലാം വൻതോതിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കങ്കുവ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് മണിക്കൂറിൽ 6500 ടിക്കറ്റ്സുകളൊക്കെയാണ് സോൾഡ് ഔട്ട് ആവുന്നത്. അമരൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഏകദേശം 5500 ടിക്കറ്റ്സുകൾ പോകുന്നുണ്ട്. അതുപോലെ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റെത് ബുക്ക് മൈ ഷോ ആപ്പിൽ ഓരോ മണിക്കൂറിലും 2500 അടുത്ത ടിക്കറ്റ്സുകൾ പോകുന്നുണ്ട്. ഇത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച, നാളെ ശനിയാഴ്ച വേറെ ലെവൽ കൊളുത്തായിരിക്കും. വീക്കെൻഡ് എത്തിയിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് അമരൻ എന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് 16-ാമത്തെ ദിവസമാണ്. ലക്കി ഭാസ്കറും 16-ാമത്തെ ദിവസമാണ്. എന്നാൽ ബിഗ് ബഡ്ജറ്റിൽ തിയേറ്ററിലെത്തിയ കങ്കുവ എന്ന പറയുന്ന
ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ദിവസമാണ്. വെറും രണ്ടാമത്തെ ദിവസം. കങ്കുവക്ക് വേൾഡ് വൈഡിൽ നിന്ന് ആദ്യ ദിവസം ഏകദേശം 36 കോടിയോളം രൂപ ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ രണ്ടാമത്തെ ദിവസമായ ഇന്ന് വളരെ വലിയ രീതിയിലുള്ള ഡ്രോപ്പാണ് വേൾഡ് വൈഡിൽ നിന്ന് ഈ ഒരു ചിത്രം ഇന്ന് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ദിവസം ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ സിനിമയാണെങ്കിൽ വേൾഡ് വൈഡിൽ നിന്ന് ആദ്യ ദിവസം ഏകദേശം വൻതോതിലുള്ള കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു 10% ഡ്രോപ്പ് അല്ലെങ്കിൽ 20% അധികം വരെ കളക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടുന്ന സിനിമകൾക്ക്. എന്നാൽ കങ്കുവയുടെ കാര്യം വളരെ വലിയ നെഗറ്റീവ് ആയതിൻ്റെ പേരിൽ വളരെ വലിയ രീതിയിലുള്ള കളക്ഷൻ ഡ്രോപ്പ് തന്നെയാണ് രണ്ടാമത്തെ ദിവസം ഇന്ന് ബോക്സ് ഓഫീസിൽ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഉച്ച സമയങ്ങളിലൊക്കെ ഓരോ മണിക്കൂറിലും ലക്കി ഭാസ്കർ 2500 അടുത്ത ടിക്കറ്റ്സുകൾ ബുക്ക് മൈ ഷോ ആപ്പിൽ സോൾഡ് ഔട്ട് ആക്കിയപ്പോൾ ഈവനിങ് ആൻഡ് നൈറ്റുകളുടെ സമയമാവുന്ന സമയത്ത് അത് 3500 എത്താനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട്. നാളെ അത് ഏകദേശം ഒരു 4,500, 5K ടിക്കറ്റ്സുകളൊക്കെ ഓരോ മണിക്കൂറിലും സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നലെ 24 അവേഴ്സിൽ ഏകദേശം 23,000 ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റെത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് 16ാമത്തെ ദിവസം ഏകദേശം ഒരു 35Kയിലേക്കൊക്കെ എത്തപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നാളെ അത് ഒരു 60,000, 75,000 റേഞ്ചിലേക്കൊക്കെ ചിത്രത്തിൻ്റെ 24 മണിക്കൂർ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ വിറ്റഴിക്കപ്പെടുന്നത് ഏകദേശം 75,000 ഒരു 70,000 റേഞ്ചിലേക്ക് എത്തപ്പെടാനുള്ള എല്ലാവിധം ചാൻസും ഉണ്ട്. എല്ലാ തിയേറ്ററുകാരും എല്ലാ ഏരിയയിലും എല്ലാ ലാംഗ്വേജിലും ചിത്രത്തിൻ്റെ ഷോയും കാര്യങ്ങളെല്ലാം കൂട്ടുകയും അതോടൊപ്പം തന്നെ ഷോയും കാര്യങ്ങളെല്ലാം നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റെതും അമ്പരൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെതും 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സൂര്യ മൂവി തിയേറ്ററിൽ എത്തുന്നത്. എതിർക്കും തുനിതവൻ എന്ന ചിത്രത്തിന് ശേഷം തിയേറ്ററിൽ എത്തുന്ന സൂര്യ മൂവി. അതിൻ്റെ മുന്നേ സൂര്യയുടെ 2-3 സിനിമകൾ OTT റിലീസായിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമകൾക്കൊക്കെ നല്ല രീതിയിലുള്ള അഭിപ്രായം നേടിയ സിനിമകൾ. എന്നാൽ തിയേറ്ററിലേക്ക് നമ്മുടെ സൂര്യയുടെ ഒരു സിനിമ പടച്ചു വിടുന്ന സമയത്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പ് ആവുന്ന കാഴ്ച. മാസ് സിനിമകളെ കൊണ്ട് തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ സൂര്യക്ക് സാധിക്കാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും സൂര്യയുടെ ഒരു തിരിച്ചുവരവ് തിയേറ്ററിൽ കാണണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. സൂര്യ 44 എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പുരോഗമിച്ചു വരികയാണ്. ആ ഒരു സിനിമയിലൂടെ സൂര്യ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. ലക്കി ഭാസ്കറും അതുപോലെ നമ്മുടെ അമരനും ബോക്സ് ഓഫീസിൽ ശക്തമായിട്ട് തന്നെ ഒരുപാട് നാൾ തിയേറ്ററിൽ ഭരിക്കാനുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇന്നും ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിലും മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എത്തപ്പെട്ടപ്പോൾ സിനിമ ഈ ആഴ്ചയും തിയേറ്ററിൽ ഭരിക്കുമെന്നുള്ളത് തന്നെയാണ് ലക്കി ഭാസ്കറിൽ നിന്നും കേരളത്തിൽ നിന്നും വ്യക്തമാവുന്നത്. കാരണം ഇന്നും ഒട്ടനവധി സിനിമകൾ മലയാളത്തിൽ നിന്നും റിലീസായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൂവിയാണ് ആനന്ദ് ശ്രീബാല നമ്മുടെ മാളികപ്പുറം എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന സിനിമ, കാവ്യ ഫിലിംസ് നിർമ്മിക്കുന്ന സിനിമ. ആ ഒരു സിനിമയ്ക്ക് ഒരു ആവറേജ് അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ എത്രത്തോളം രീതിയിൽ വലിയ വിജയമാവാൻ ആ ഒരു സിനിമയ്ക്ക് സാധിക്കും, പ്രേക്ഷകർ എത്രത്തോളം ആ ഒരു സിനിമയ്ക്ക് തള്ളിക്കയറ്റം ഉണ്ടാവാൻ സാധിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്നും മികച്ച ബുക്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നോക്കുന്ന സമയത്ത് 16ാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ട ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ, അമരൻ എന്ന് പറയുന്ന സിനിമ അവിടെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കങ്കുവ എന്ന് പറയുന്ന സിനിമയ്ക്കും മികച്ച റിലീസ്. എന്നിട്ടും ഏകദേശം ചെന്നൈയിൽ ഏകദേശം 90ഓളം ഷോകളാണ് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റെത് 16ാമത്തെ ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഷോയിൽ കൂടുതലും ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ ഹൗസ്ഫുള്ളിലേക്ക് എത്തി നിൽക്കുന്നു. വളരെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നും ലക്കി ഭാസ്കർ ഫൈനലി ഉറപ്പിച്ചിരിക്കുന്നത്. ഏകദേശം തമിഴ്നാട്ടിൽ നിന്നും മാത്രമായിട്ട് ലക്കി ഭാസ്കർ എന്ന ചിത്രം ഏകദേശം 20 കോടിയോളം നേടിയാൽ അത്ഭുതപ്പെടാനില്ല. ആ ഒരു റേഞ്ചിലേക്ക് തന്നെയാണ് ചിത്രം പോകുന്നത്. കേരളത്തിൽ ഏകദേശം 18 കോടി കഴിഞ്ഞ് 19 കോടിയിലേക്ക് എത്തി നിൽക്കുന്നു. 15 ദിവസത്തെ ചിത്രത്തിൻ്റെ കളക്ഷൻ വേൾഡ് വൈഡിൽ നിന്ന് 100 കോടിയും കടന്ന് വലിയ മാർജിനിലേക്ക് ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ എത്തപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കി കഴിഞ്ഞു. ഒരു വർഷത്തിന് ശേഷമാണ് ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. നായകനായിട്ട് ചെയ്ത ചിത്രം ഒരു വർഷം മുന്നേ റിലീസായ കിങ് ഓഫ് കൊത്ത എന്ന ചിത്രം വളരെ വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങുകയും പ്രേക്ഷകർ ട്രോൾ ചെയ്യുക ഒരു DQ ചിത്രം തന്നെയായിരുന്നു കിങ് ഓഫ് കൊത്ത. ആ ഒരു ചിത്രത്തിൻ്റെ
ഒരു പരാജയ ക്ഷീണം ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലൂടെ മുടക്ക് മുതൽ അടക്കം തിരിച്ചു പിടിച്ചിരിക്കുന്നു. വേറെ ലെവലിലേക്ക് ദുൽഖർ സൽമാൻ എത്തപ്പെട്ടിരിക്കുന്നു. എല്ലാ ലാംഗ്വേജിലും അതിൻ്റെതായ രീതിയിലുള്ള ഫാൻസും ഫോളോയിങ് എല്ലാം ദുൽഖർ സൽമാൻ ഉണ്ടാക്കി കഴിഞ്ഞു. 110 കോടിയും കടന്ന് 120 കോടിയും കടന്ന് ലക്കി ഭാസ്കർ മുന്നോട്ട് പോയാലും അത്ഭുതപ്പെടാനില്ല. ഒരേ ദിവസം റിലീസായ 2 സിനിമകളാണല്ലോ ലക്കി ഭാസ്കറും അമരനും. അതിൻ്റെതായ ഒരു വലിയ വിജയത്തിലേക്ക് തന്നെയാണ് ഈ 2 സിനിമകളും മുന്നോട്ട് പോകുന്നത്.